നമസ്കാരം. മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ബോളിവുഡിൽ എപ്പോഴും ജനശ്രദ്ധ നേടുന്ന താര കുടുംബമാണ് അമിതാഭ് ബച്ചന്റേത്. അന്നും ഇന്നും ബച്ചൻ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. ഇവരുടേതായി പുറത്തെത്താറുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. അമിതാഭ് ബച്ചനാകട്ടെ തന്റെ 83-ാം വയസ്സിലും അഭിനയ രംഗത്ത് സജീവമാണ്. ജയ ബച്ചൻ സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ നൽകിയിട്ട് ഏറെ നാളുകളായി. ഇപ്പോഴത്തെ ജയ ബച്ചനെ കുറിച്ചുള്ള പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. മുതിർന്ന നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ജയ ബച്ചൻ വീണ്ടും രാജ്യസഭയിലേക്ക് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സമാജ്വാദി പാർട്ടിയാണ് ജയ ബച്ചനെ തുടർച്ചയായി 5-ാം തവണയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ജയ ബച്ചൻ ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2004 മുതൽ SP അംഗമായി രാജ്യസഭയിൽ ജയ ബച്ചൻ എത്തുന്നുണ്ട്. 75-കാരിയായ ജയ ബച്ചൻ പത്മശ്രീ ജേതാവ് കൂടിയാണ്. അതേസമയം നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്കും ഭർത്താവ് അമിതാഭ് ബച്ചനും 1578 കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ജയ ബച്ചന്റെ വ്യക്തിഗത ആസ്തി 1,63,56,190 രൂപയും അമിതാഭ് ബച്ചന്റെ ആസ്തി 273,74,96,590 രൂപയുമാണ് എന്നാണ് അവർ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. 729.77 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും 849.11 കോടി രൂപയുടെ ജംഗമ സ്വത്തുകളും ജയ ബച്ചനുണ്ട്. ജയ ബച്ചന്റെ ബാങ്ക് ബാലൻസ് 10,11,33,172 രൂപയും അമിതാഭ് ബച്ചന്റേത് 120,45,62,83 രൂപയുമാണ്. ജയ ബച്ചന് 40.97 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും 9.82 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു 4 വീലറും ഉണ്ട്. ബച്ചൻ കുടുംബത്തിന്റെ ആഡംബര ജീവിതമാണ് അവരുടെ സ്വത്തുക്കളിൽ പ്രതിഫലിക്കുന്നത്. അമിതാഭ് ബച്ചന് 54.77 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും 2 മെഴ്സിഡസ്, ഒരു റേഞ്ച് റോവറും ഉൾപ്പെടെ 16 വാഹനങ്ങളുമുണ്ട്. വാഹനങ്ങൾക്കാകെ 17.66 കോടി രൂപ വിലമതിക്കുന്നു. ദമ്പതികളുടെ സംയുക്ത ആസ്തികളിൽ വിവിധ സ്രോതസ്സുകളിലൂടെ സമ്പാദിച്ച സ്വത്ത് ഉൾപ്പെടുന്നു. ജയ ബച്ചൻ ബ്രാൻഡ് അംഗീകാരങ്ങൾ, MB ശമ്പളം, പ്രൊഫഷണൽ ഫീസ് എന്നിവയിൽ നിന്നാണ് സ്വത്ത് സമ്പാദിക്കുന്നത്. അതേസമയം അമിതാഭ് ബച്ചൻ പലിശ, വാടക, ലാഭവിഹിതം, മൂലധന നേട്ടം, സോളാർ പ്ലാന്റിൽ നിന്നുള്ള വരുമാനം എന്നിവയിൽ നിന്നാണ് വരുമാനം നേടുന്നത്. 15 സംസ്ഥാനങ്ങളിലായി 56 സീറ്റുകളിലേക്കാണ് ഫെബ്രുവരി 27-ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ 403 അംഗ നിയമസഭയിൽ SP-ക്ക് 108 സീറ്റുകളും ഭരണകക്ഷിയായ BJP-ക്ക് 252 അംഗങ്ങളുമാണ് ഉള്ളത്. കോൺഗ്രസിന് 2 അംഗങ്ങളുമുണ്ട്. ജയ ബച്ചനൊപ്പം മുൻ MB രാംജിലാൽ സുമൻ, വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ അലോക് രഞ്ജൻ എന്നിവരെയും SP രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. അതേസമയം ഐശ്വര്യ റോയുടെ ആസ്തി 750 കോടി രൂപയിലധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നടിക്ക് പലയിടങ്ങളിലും സ്വത്തുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് 12 കോടി രൂപയാണ് ഐശ്വര്യ വാങ്ങുന്ന പ്രതിഫലം. ഇതുകൂടാതെ പരസ്യം, മോഡലിംഗ് എന്നിവയിലൂടെയും ഐശ്വര്യ കോടികൾ സമ്പാദിക്കുന്നുണ്ട്. 100 കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവുകൾ ഐശ്വര്യക്കുണ്ട്. 5 ബെഡ്റൂം വരുന്ന വലിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ദുബായിലും ഒരു വീടുണ്ട്. അഭിഷേകിനാകട്ടെ ആകെ 280 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. പ്രതിമാസം 1.8 കോടി രൂപ നടൻ സമ്പാദിക്കുന്നുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.